എന്നും രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഉണർവും ആശ്വാസവും അന്നത്തെ ദിവസം സന്തോഷവും പ്രദാനം ചെയ്യും. ആസ് എ കാത്തലിക്, ഒരു കാത്തലിക് എന്ന നിലയിൽ ഞാൻ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ത്യക്കാരിയാണ്, മലയാളിയായിരിക്കുന്ന അവസരം എനിക്ക് ഇന്ത്യൻ ടച്ചുള്ള മെഡിറ്റേഷൻ വളരെ ഇഷ്ടമാണ്. അതായത് ഇരുന്നു കൊണ്ട് ചമ്രം പത്മാസനത്തിൽ കൊണ്ട് ചമ്രം പടിഞ്ഞിരുന്നതിന് ശേഷം പ്രാണായാമ, അതായത് ബ്രീത്തിങ് എക്സസൈസ്, അതായത് ഒരു മൂക്കിലൂടെ ശ്വാസം വലിച്ച് അടുത്ത മൂക്കിലൂടെ അങ്ങനെ ഒരു 10 മിനിറ്റോളം ചെയ്യുക. അങ്ങനെ പിന്നെ എന്താ പറയുക, ഒന്ന് റിലാക്സ് ആയതിന് ശേഷം വീണ്ടും കണ്ണുകൾ അടച്ചതിന് ശേഷം പിതാവായ ദൈവത്തെ സിംഹാസനത്തിൽ സ്വർഗത്തിൽ നമ്മൾ ഇമാജിൻ ചെയ്യും. ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും, അങ്ങ് മേഘങ്ങൾക്കപ്പുറം വലിയൊരു പട്ടണം, അതായത് വലിയൊരു സ്വർണത്തിൻ്റെ ബിൽഡിങ് ഇമാജിൻ ചെയ്യുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ പിതാവായ ദൈവവും പിന്നെ അതിന് ചുറ്റും മാലാഖമാരും ശ്രേഷ്ഠരും എല്ലാം ഇരിക്കുന്നതായിട്ട്, പിന്നെ ഈശോയും പരിശുദ്ധ അമ്മയും പിതാവും അവരെല്ലാം ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് അങ്ങനെ ഒരു ലിങ്ക് ഞാൻ കാണും, അങ്ങനെ എൻ്റെ കണ്ണിൽ കാണും. എന്നിട്ട് ഞാനെന്ന വ്യക്തിയെ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ അവരെന്നെ അങ്ങോട്ടേക്ക് എന്നെ വിളിക്കുന്നതായിട്ട്, എനിക്ക് അവരുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. അപ്പോൾ ആകാശത്ത് നിന്നും പിതാവായ ദൈവം തൻ്റെ കൈകൾ ഉയർത്തി ആ കയ്യിൽ നിന്ന് ഒരു പ്രത്യേക പ്രകാശം, അനുഗ്രഹ വർഷം എന്നിലേക്ക് ചൊരിയുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ നമുക്ക് ഒരു മീഡിയേറ്റർ ഉണ്ടല്ലോ, അത് യേശു, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആ രക്തത്തിൻ്റെ വിലയേറിയ രക്തത്താലാണ് നമ്മളെല്ലാവരും ദൈവത്തിലേക്ക് വീണ്ടും അടുക്കാൻ നമുക്ക് സാധിച്ചത്. നമ്മുടെ പാപങ്ങൾക്ക്, ജന്മപാപത്തിനും എല്ലാം നമ്മുടെ പാപങ്ങൾക്ക് മോചനം കിട്ടിയത് യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂടിയാണ്. നമ്മളെ പിശാച് എത്രയോ വൃന്ദം മാലാഖമാരെ ദൈവം ശപിച്ച് വിട്ടു. അവർ ദൈവത്തിന് എതിരായി നിന്നവർ ഇപ്പോഴും ദൈവമക്കളായ മനുഷ്യരെ അവർ ദൈവത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നു. അപ്പോൾ നമുക്ക് അതായത് പിശാച് നമ്മളെ വട്ടമിട്ട് പറക്കുകയാണ്. പിശാച് എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെട്ട മാലാഖമാരാണ്. അവർ നമ്മളെ വട്ടമിട്ട് പറന്ന് നമ്മളെ പരമാവധി തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തെറ്റായ ചിന്തകൾ, തെറ്റായ ചെയ്തികൾ എല്ലാത്തിനും നമ്മളെ പ്രലോഭിക്കുന്നത് അവരാണ്. അപ്പോൾ ആ പ്രലോഭിപ്പിക്കുന്ന ആ ശക്തിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആർക്കാ സാധിക്കുക? ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തുവിൻ്റെ രക്തം മാത്രമേ അതിന് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇമാജിൻ ചെയ്യും, ഞാൻ ക്രിസ്തുവിൻ്റെ രക്തം, ഒരു തുള്ളി രക്തത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആയിരിക്കുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, അതായത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ആ പ്രൊട്ടക്ഷനിലാണ് ഞാനിരിക്കുന്നത്. അപ്പം ചമ്രം പടിഞ്ഞ് യേശുവിൻ്റെ രക്തത്തുള്ളിയുടെ ഉള്ളിൽ ഞാനിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. അപ്പോൾ ഒന്നിനും നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മളുടെ മനസ്സ് മൊത്തം ദൈവിക, അതായത് ഡിവൈൻ പ്രസൻസ്, വളരെ പരിശുദ്ധമായ മനസ്സും ശരീരവും, അങ്ങനെ നമ്മൾ ദൈവത്തോട് അടുക്കുന്ന ലിങ്ക് ചെയ്യുന്ന അങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കും. ബിഗിനേഴ്സിന് പാടാണെങ്കിൽ 15 മിനിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 30 മിനിറ്റ്. ഞാനിപ്പോൾ 1 മണിക്കൂർ ചെയ്യും. നല്ലൊരു ആശ്വാസം, നല്ലൊരു സുഖമാണ്, പ്രത്യേക ഒരു അനുഭൂതിയാണ്. നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.